എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നുകൂടി പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇല്ല. എന്നാ നിന്റെ ആദ്യത്തും കേട്ടിട്ടുണ്ടാവില്ല. ആണോ? ഹായ് ഫ്രണ്ട്സ്, അത് കേട്ടിട്ടുണ്ടാവില്ല. കിട്ടിയിട്ടുണ്ടാവേ. ഞാൻ നല്ല ബാസ് ഇട്ടിട്ടാണല്ലോ പറഞ്ഞത്. ഞങ്ങൾക്ക് സ്വകാര്യം പറഞ്ഞ പോലെ ആണല്ലേ? ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷൻ ആണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. റഫ്ഹത്ത് യൂട്ടി എന്ന് നിങ്ങളിപ്പോൾ ഒറ്റടിക്ക് ഒരു സംശയമില്ലാതെ വിളിച്ച് പറയും തെറ്റാണ്. മെസ്സി അല്ലടാ, എനിക്ക് ആ മെസ്സി എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഓക്കെയാണ്. അതിന്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഈ ഒറ്റയടിക്ക് എന്തോ വേറെന്തോ വിളിച്ചു പറയുന്നു. റഫ്ഹത്ത് യൂട്ടി അത് വിളിച്ചു പറയുന്നതിന്റെ മുന്നിലോ അല്ലെങ്കിൽ പുറകിലോ ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു വാല് കൂടി ഉണ്ടാവും. തെറികളാണോ? അല്ല, ഇത് നിന്റെ തെറ്റിദ്ധാരണയാണ്. ആണല്ലേ? അതായത് ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റില്ല. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, റഫ്ഹത്ത് യൂട്ടി. ഒക്കെ നമുക്ക് എന്താണെന്നറിയോ, ഇത് നിന്റെ പെർസ്പെക്റ്റീവിന്റെ പ്രശ്നമാണ്. നീ ചിന്തിച്ചു നോക്ക്, നല്ലത്, പോസിറ്റീവ്, ഇതൊക്കെ ആ വഴിക്ക് നീ ചിന്തിക്കരുത്. അതല്ല, അതൊക്കെ വളരെ മോശപ്പെട്ടവന്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം റഫ്ഹത്ത് യൂട്ടി, ചളികളുടെ രാജകുമാരൻ റഫ്ഹത്ത് യൂട്ടി. ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. കറക്റ്റായി. എനിക്ക് എന്റെ ഭാഗത്ത് വന്ന് തെറ്റാ. ഞാൻ ചിന്തിച്ചത് എപ്പോഴും ആ പോസിറ്റീവ് വൈബിലൂടെ മാത്രമേ ഞാൻ നോക്കിക്കണ്ടത്. അങ്ങനെ നോക്കിക്കണ്ടപ്പോഴാണ് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെന്ന് അറിയാം, പിന്നെ പലതും പറഞ്ഞ് നമ്മൾ അങ്ങ് അംഗീകരിച്ചു കൊടുക്കണം. നമ്മൾ മറ്റുള്ളവരെയും കൂടെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് കൂതറകളുടെ രാജാവ് എന്ന് പറയുന്നത് പോലെ കൂതറകളുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. എന്തായാലും സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ടൈറ്റിൽ കാർഡ് നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്ത ഒരു സാധനം അതായിരുന്നു. കൊടൂര ഐറ്റം. അതിന് കാരണം ഇതിനൊക്കെ തുടക്കം ഇതൊക്കെ ആരാലേ, അത് ലിയോ ഉണ്ടോ? അതെ, അതിലെ ആ ടൈറ്റിൽ കാർഡ് സാധനമായിരുന്നു. അതിന്റെ ഒരു വേറൊരു ഐറ്റംസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഭംഗിയുണ്ട്, ഒരു പ്രത്യേക ഐറ്റം. ഒന്നും കൂടി ഒരു ഇത് കൂടി വർക്കൊക്കെ ഒന്നുകൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. അത്ര ഗംഭീരമായിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. എന്തായാലും ആ ഒരു ടൈറ്റിൽ കാർഡ് നമുക്കൊന്ന് കാണാം. ആദ്യം അതിന്റെ ഒറിജിനൽ സ്പീഡിൽ കാണാം, അതിനുശേഷം അതിന്റെ സ്ലോമോ, അതിനുശേഷം അതിന്റെ മറ്റൊരു വേർഷൻ. അങ്ങനെ പല ഐറ്റംസിന്റെ കയ്യിലുണ്ട്. എല്ലാം ഞങ്ങളല്ല എല്ലാം ഇങ്ങനെ ആവശ്യമുള്ള സമയത്ത് ഓരോന്ന് ഇടും. പിന്നെ മറ്റൊന്നുണ്ട്, ഇത് തിയേറ്ററിൽ കളിക്കുന്നതിന്റെ ഒരു ക്ലിപ്പുണ്ട്. എല്ലാം റിയാക്ഷൻസ് അടക്കണ്ട്. 5-ാം തീയതി വരെ നിങ്ങൾ 5-ാം തീയതി കഴിഞ്ഞാലും സഹിക്കണം. എന്നാലും പറയാണ് 5-ാം തീയതി വരെ നമ്മളെ സഹിച്ചേ പറ്റുള്ളൂ, അല്ലേ? ഞങ്ങൾ ആഘോഷിക്കും. ഈ ഒരു ആഘോഷത്തിന്റെ സാധനം ശരിക്കും തുടങ്ങിയത് ഇപ്പൊ ഈ ട്രെയിലർ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ്. ശരിക്കും സാധാരണ അങ്ങനെ അല്ലായിരുന്നു. ഒരു കൊല്ലം കൊണ്ടൊക്കെ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കലാണ് സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരുന്നത്. സത്യമായിട്ട് പറയാം, ഞങ്ങള് ഭയങ്കരമായിട്ട് ഡൗൺ ആയിരുന്നു. എന്താണ് ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥയായിരുന്നു. ട്രെയിലർ വന്നപ്പോൾ ഏതാണ്ടൊക്കെ ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി നല്ല സ്ക്രിപ്റ്റ് ആയാൽ മാത്രം മതി. എന്തായാലും നമ്മൾ മതിമറന്ന് അങ്ങ് ഇത് സംഭവം ബഹുലായിരിക്കും, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ആയിരിക്കും എന്നുള്ള ഒരു ചിന്ത നമ്മൾ വെക്കുന്നില്ല. അത് എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് നമ്മൾ പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മച്ചാൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നമ്മുടെ മുന്നിൽ ഒരു ഇന്ത്യൻ ടൂ ഉണ്ട്. അതെപ്പോഴും എപ്പോഴും അത് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഇത് അതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആയാൽ മതിയായിരുന്നു. അതിനേക്കാളും ബെറ്റർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിവിടെ എടുക്കില്ല. അതിവിടെ വേണ്ട. കാരണം ഏറ്റവും മോശപ്പെട്ട സിനിമകളുടെ ഒന്നാണത്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതിന്റെ ഒറിജിനൽ, അതായത് പക്ക ആ ടൈറ്റിൽ കാർഡ് മാത്രം ഒറിജിനൽ സ്പീഡിൽ കാണാം. ഓക്കെ. A lion is always a lion. G O A T ഗോട്ടിന്റെ പല ക്യാരക്ടറുകൾ, മൊത്തം 68 മിഷൻസ് ആണ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് സക്സസ് ആയിരിക്കുന്നത്. അപ്പോൾ 68 സിനിമകളുടെ ചില കഥാപാത്രങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. പ്രേക്ഷകർ എത്രമാത്രം ആഘോഷിച്ച കഥാപാത്രങ്ങളാട്ടോ. അത് അങ്ങനെ പറയാനും പറ്റുന്നില്ല. അത് ശരിയാ, പുലിയൊക്കെ ഉണ്ട്. ആഘോഷിച്ചിട്ടില്ല. അല്ല, അത് പ്രേക്ഷകർ, അതും നമ്മള് പോസിറ്റീവ് സൈഡിലല്ലാതെ തിരിച്ച് ചിന്തിക്കണം. ശരിയാ, നെഗറ്റീവ് രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതും ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഹേറ്റേഴ്സിന് അത് ആഘോഷിക്കപ്പെടാനുള്ള, ഇന്നും ആഘോഷിക്കപ്പെടാനുള്ള ഒരു വകുപ്പുണ്ടാക്കിയ സിനിമ. എൻ്റെ അമ്മയെ ഓർമ്മിപ്പിക്കല്ലേ. ഓക്കെ, എന്തായാലും അല്ല, അങ്ങനെയൊക്കെയുള്ള ചില അടികൾ, തിരിച്ചടികൾ വേണം. നല്ല സിനിമകൾക്ക് പിന്നീട്
നല്ല പ്രാധാന്യം കൊടുത്ത ആള് ശ്രദ്ധിക്കുള്ളൂ. അതെ, ശ്രദ്ധിക്കുള്ളൂ. ശ്രദ്ധിക്കണ്ട. ശ്രദ്ധിക്കാം. ഓക്കെ, ഇതിന്റെ സ്ലോമോ കാണാം. കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. പക്ഷെ എങ്കിലും അത്രക്കൻ പോരാ. ഒന്നുകൂടെ വ്യക്തമായി ഒരു രസമായിട്ട് കണ്ടാലോ, അതിനൊരു പ്രത്യേക മ്യൂസിക് കൊടുത്തിട്ട് എങ്ങനെയും കാണും, ഏതിനും കാണാൻ റെഡിയാണ്. ഓക്കെ, മ്യൂസിക് അത്ര മതി. എടാ, ശക്തമായ മഴ, അതിശക്തമായ മഴയാണ്. പറയുന്ന കേൾക്കുന്നുണ്ടാവുമായിരിക്കൂലേ? കേൾക്കുന്നുണ്ടായിരിക്കും, ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് തിയേറ്ററിൽ കളിച്ചതിന്റെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടുത്തെ തിയേറ്റർ റെസ്പോൺസ് ഒന്ന് കാണാം. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ സമാധാനമായിരിക്കും. എല്ലാ വേർഷൻസും, എന്റെ കയ്യിലുള്ള എല്ലാ വേർഷൻസും കഴിയും. ഇവന്റെ കയ്യിലുള്ളത് തീരും കേട്ടോ അതോടെ. ഓക്കെ, അത് ശരി, കുറച്ചേ കണ്ടുള്ളൂ അല്ലേ? മൊത്തം മൊബൈൽ ഓണാ, ലൈറ്റ്, ആരും ഇത് കാണുന്നില്ല ശരിക്കും. എല്ലാരും മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് എടുത്തോണ്ടിരിക്കുക. നല്ല ആവശ്യമുണ്ടോ? എന്തിനാലേ? ആസ്വദിക്കാനുള്ളതിന് കണ്ട് മോശം. എന്തായാലും അവിടെ അത്ര ആൾക്കാർ എന്തായാലും പുറത്തു വരും. ഇപ്പൊ നമ്മൾ എടുത്തിട്ട് അത് കിട്ടിയത്. അതെ. ഓക്കെ, എന്തായാലും ഈ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ സിനിമകളാണ് നോക്കാം. 25 സിനിമകളിലെ 25 കഥാപാത്രങ്ങളാണെന്നുള്ളതാണ് ഒരു ഇൻസ്റ്റാ പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലായത്. എന്തായാലും ഫസ്റ്റ് നാളെയാ തീർപ്പ്, പൂവേ ഉനക്കാകെ, കാതലുക്ക് മര്യാദ, കുഷി, ബദ്രി നമുക്ക് മനസ്സിലാവുന്നുണ്ട്, കുഷി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതെ, പിന്നെ കാതലുക്ക് മര്യാദ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ തിരുമല മനസ്സിലായില്ല, ഗില്ലേ മനസ്സിലാവുന്നില്ല, പക്ഷെ ഗില്ലി നേരിച്ചതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട്. തിരുപ്പാച്ചി, പോക്കിരി, വേട്ടൈക്കാരൻ. പോക്കിരി കറക്റ്റ് കിട്ടും കേട്ടോ. പോക്കിരി കിട്ടുന്നുണ്ട്, വേട്ടൈക്കാരൻ കിട്ടുന്നുണ്ട്. പിന്നെ കാവലൻ, അത് മനസ്സിലാവുന്നില്ല, പക്ഷെ വേലായുധം കറക്റ്റ് മനസ്സിലാവും, കാരണം ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. തുപ്പാക്കി, തലൈവ, ജില്ല, കത്തി, പുലി, തെറി, മെർസൽ, ബിഗിൽ, മാസ്റ്റർ, ബീസ്റ്റ്, വാരിസ്, ലിയ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ഇത്രയും സിനിമകളുടെ ക്യാരക്ടറുകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് ഈ 25 എണ്ണാണ് വന്നതെന്ന് അന്ന് ഇവർ പറയുന്നത്. അതെ, നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് നമ്മൾ ഡീകോഡ് ചെയ്ത് പറയുന്നതല്ല കേട്ടോ. ഇതൊരു ഇൻസ്റ്റാ പോസ്റ്റാണ്, അത് കണ്ടിട്ട് പറഞ്ഞതാണ്. അത് നമ്മളിവിടെ കാണിക്കാം. അല്ലാതെ നമുക്കിത് വിശദമായി നോക്കിയിട്ട് കൃത്യമായി ഡീകോഡ് ചെയ്യാനുള്ള കഴിവൊന്നും നമുക്കില്ല. ഇത് ഇന്ന കഥാപാത്രമാണുള്ളത്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളല്ല. ഏകദേശം എല്ലാത്തിന്റെയും എല്ലാ സിനിമകളിലെയും ലുക്ക് ഒരേപോലെ തന്നെ ആയിരിക്കും. അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമ്മളിപ്പോഴും പറയാറുള്ള ഒരു സംഭവം കൂടിയാണ് അത്. കുറച്ചെണ്ണത്തിലേ ആ വ്യത്യാസം വന്നിട്ടുള്ളൂ. അത് വന്നിട്ടുള്ളത് ഇതിൽ കാണിക്കുന്നത് ഒരു സാധാരണ ഫോട്ടോയാണ്. മറ്റേ ആ ഡിഫറെന്റ് ആയിട്ടുള്ള പടച്ചട്ടയൊക്കെ ഇട്ടുള്ള ആ ഒരു ലുക്ക് അല്ല അല്ലേ? അതെ, പടച്ച പുലിന്ന് ഓർമ്മിക്കല്ലേ എന്റെ പൊന്നെ. നമ്മുടെ വീഴ്ചകളും നമ്മുടെ മോശം സൈഡും നമ്മൾ ഓർത്തിരിക്കണം. തീർച്ചയായിട്ടും മോഹൻലാൽ പറഞ്ഞ പോലെ അല്ലേ, നമ്മുടെ വിജയം ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ മരണം ആഘോഷിക്കുക. അത്രേ ഉള്ളൂ. അത് നമ്മുടെ വീഴ്ച അല്ലെങ്കിൽ നമ്മുടെ ഒരു വീക്ക് പോയിന്റ് നമ്മൾ തിരിച്ചറിയണം. എന്നാലും നമ്മുടെ സ്ട്രോങ് പോയിന്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴും നമുക്ക് അതിലൊരു കുറച്ച് കൂടുതൽ കോൺഫിഡൻസ് വരും. അതൊരു സത്യം. എന്തായാലും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സെപ്റ്റംബർ 5 എത്തുകയാണ്. നമുക്ക് ആഘോഷിക്കാം. നല്ലൊരു സിനിമയാവട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷ. വെങ്കട്ട് പ്രഭുവിൽ പ്രതീക്ഷ ഉണ്ട്, പിന്നെ വിജയിൽ കൂടുതൽ പ്രതീക്ഷ ഉണ്ട്. മാത്രമല്ല ആളുടെ രാഷ്ട്രീയ കരിയറിലേക്ക് പോകുന്നതിന് മുൻപുള്ള 2 സിനിമകളാണ് ഇനി വരാനുള്ളത്. അതിലൊന്നാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. അടുത്തതും തകർക്കട്ടെ. അത് എനിക്ക് ഇത്ര പ്രതീക്ഷയല്ല. ഞാൻ വിജയുടെ കരിയറിൽ ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് പറയാണ്, ഞാൻ കാണാൻ പോകുന്ന ഏറ്റവും വ്യത്യസ്തമായ സിനിമ അത് ഇതായിരിക്കും എന്നാണ് എൻ്റെ ചിന്ത. സയൻസ് ഫിക്ഷൻ മൂവി ആണെങ്കിൽ
അങ്ങനെ എന്തായാലും കാത്തിരിക്കാം. എന്തായാലും മറ്റൊരു ഗോട്ടിന്റെ എപ്പിസോഡുമായിട്ട് നാളെ കാണുന്നതായിരിക്കും. വണക്കം. ബൈ.